അഖിൽ മാരാർ ഇതെന്തു ഭാവിച്ചാണ്? അടുത്ത വർഷം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ രണ്ടു കാര്യങ്ങളെ എടുത്തിട്ട് അലക്കിക്കൊണ്ടാണ് അഖിൽ മാരാർ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൻ്റെ കളം നിറയുന്നത്. അതിൽ ആദ്യം മാരാർ ചെയ്തത് ഒരു തരൂർ സ്റ്റൈലാണ്. കോൺഗ്രസിനെ ഒന്ന് കാര്യമായിട്ട് വിമർശിക്കുക. ഈ പോക്കാണ് പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും മൂന്നാം പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വരും എന്നാണ് മാരാർ ഉറപ്പിച്ചു വെച്ചത്. അതിനു കാരണമായിട്ട് പറയുന്നത് അത്രയേറെ ചിന്താശേഷിയില്ലാത്ത ഒരു പ്രതിപക്ഷമാണ് നമുക്കുള്ളത് എന്നതാണ്. അവിടം കൊണ്ട് നിർത്തിയില്ല. പിണറായി ജനവിരുദ്ധ വികാരത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് പറയുന്നത് അവർ ദുരന്തങ്ങളെ മുതലെടുത്ത് അവസാന ലാപ്പിൽ വലിയ PR വർക്ക് നടത്തി വിജയിക്കുന്നു എന്നാണ്. അതാണ് കോവിഡിന് കണ്ടത്. രാജ്യത്ത് ഏറ്റവും മോശം രീതിയിൽ കോവിഡ് കൈകാര്യം ചെയ്ത സർക്കാരാണ് പിണറായി എന്നാണ് പറഞ്ഞത്. പക്ഷേ കിറ്റ് എന്ന ഒറ്റ സംഗതി കൊണ്ട് അവർ ജനങ്ങൾക്കിടയിൽ ഹിറ്റായി. പിണറായി പുണ്യാളനായി. പക്ഷേ കോൺഗ്രസ് കാര്യങ്ങളെ ശരിയായ വിധത്തിൽ ജനങ്ങൾക്കിടയിൽ എത്തിച്ചില്ല. ഇനി ഈ വർഷം വയനാട് ദുരന്തത്തിന്റെ ജനങ്ങൾ കൊടുത്ത 750 കോടി രൂപ തെരഞ്ഞെടുപ്പ് അടുക്കാനാകുന്നതോടെ ചെലവഴിച്ചു തുടങ്ങും. ദുരന്തബാധിതർക്ക് കെട്ടിടങ്ങളായിട്ടും സഹായമായിട്ടും എല്ലാം കൊടുക്കും. അതുവരെ കേന്ദ്രത്തെയും മോദിയെയും പഴിച്ചു നടക്കും. എന്നാൽ എന്താണ് ഈ 750 കോടി കൊടുക്കാൻ ഇത്ര കാലതാമസമെന്ന് ഈ പ്രതിപക്ഷം ചോദിക്കുന്നില്ല. ചോദിച്ചാലും ജനങ്ങൾക്കിടയിൽ എത്തുന്നുമില്ല. പകരം മാധ്യമങ്ങളിലൂടെ പുറം ലോകം അറിയുന്നത് കോൺഗ്രസിലെ വിഭാഗീയതയും തമ്മിൽ തല്ലും മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള തമ്മിൽ തല്ലുമാണ്. ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ടുകൊണ്ടാണിപ്പോൾ അഖിൽ മാരാർ തൻ്റെ സോഷ്യൽ മീഡിയ കത്തിക്കുന്നത്. അതും കോൺഗ്രസിന് ചിന്താശേഷിയില്ല എന്ന തരൂർ സ്റ്റൈൽ. 2 പിണറായിസത്തിലെ PR വർക്ക്. ഈ രീതി തുടർന്നുകൊണ്ട് അഖിൽ മാരാർ ഉദ്ദേശിക്കുന്നത് ഒറ്റ കാര്യമാണ്. അത് കോൺഗ്രസിനകത്തുനിന്ന് ഒരു സീറ്റ് എന്നതാണ്. കൊല്ലത്തെ കൊട്ടാരക്കരയിലെ സീറ്റിലേക്കാണ് മാരാരുടെ കണ്ണ്. ഇപ്പോഴത്തെ ധനമന്ത്രിയായ ബാലഗോപാൽ മത്സരിച്ച മണ്ഡലം. അതിനുള്ള വഴികളാണിപ്പോൾ അഖിൽ മാരാർ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ലവലേശം ബുദ്ധിയില്ലാത്ത ഒരു മന്ത്രിയായിട്ടാണ് മാരാർ ശിവൻകുട്ടിയെ മുദ്രകുത്തിയത്. ലഹരി മാഫിയ വാഴുമ്പോൾ സ്കൂൾ കുട്ടികൾക്കിടയിൽ അത് വ്യാപകമാകുമ്പോൾ ഈ വിദ്യാഭ്യാസ മന്ത്രി വെറുതെ നോക്കുകുത്തിയായി ഇരിക്കുന്നു എന്ന് പറഞ്ഞാണ് കാര്യങ്ങളെ കുടഞ്ഞിടുന്നത്. ഇതോടെ മാരാരുടെ ഉദ്ദേശം കൃത്യമായി. അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തെ മാത്രം നോക്കി പിണറായിസത്തെ ഒരു കുറ്റപ്പെടുത്തലും കോൺഗ്രസിനെ നന്നാക്കാനായിട്ടുള്ള തരത്തിൽ ഒരു വിമർശനവും ഉന്നയിക്കേണ്ടുന്ന കാര്യമില്ല.